കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇപ്പൊ അവിടെ 20 വർഷം, ഇവിടെ 18 വർഷം. പക്ഷെ അതിനു മുമ്പ് വിവാഹിതരായിട്ടുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കല്യാണം കഴിച്ചിട്ട് എത്ര കാലമായി? ഞാൻ 39 വർഷമായി. കൂടെ തന്നെ ഉണ്ടല്ലോ. കൂടെ തന്നെ ഈ ഇരിക്കുന്നു. ഒരു പ്രശ്നമില്ല. കാരണം ഞങ്ങൾ കോഴ്സിന് പോയവരല്ല. കാരണം ചേട്ടന്റെ ഒരു കാര്യം ചേച്ചി അറിയാന്ന് വിചാരിച്ചാ ചോദിച്ചോളൂ. ചേച്ചി അടിച്ചേരി, ഇനി ഒന്നും നോക്കില്ല. 39 വർഷം എങ്ങനെ പോയി? ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. ഒരു കുഴപ്പവും ഓടിപ്പോയോ എഴിഞ്ഞു പോയോ? ഇല്ല, ഓടിയില്ല, എഴിഞ്ഞില്ല. മുറുകെ പിടിച്ചേക്കണമായിട്ട് തന്നെ പോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു. അപ്പൊ കാരണം ബ്രെയിൻ വാഷ് ചെയ്തോണ്ട് വന്ന? ഇല്ല, ഒന്നുമില്ല ബ്രെയിൻ വാഷ് ഒന്നുമില്ല. പക്ഷെ നമ്മള് ചെയ്യേണ്ടത് കല്യാണത്തിന് മുമ്പ് കൗൺസിലിംഗ് ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ നമ്മൾ വിചാരിക്കണെന്ന് വെച്ചാൽ നമ്മളൊരു കുടുംബത്തില് ഒരു ഭക്ഷണശാലയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് പോവുക. പിന്നെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, ഇല്ലായിരിക്കും. ചിലപ്പോ പേരൻസിനുണ്ടാവും, ചിലപ്പോ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അതായത് പുതിയ ജനറേഷൻ ഉണ്ടാവില്ല. ചിലപ്പോ ഒരാൾക്ക് ഉണ്ടാവും, ചിലപ്പോ ഒരാൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഉള്ളത് കൊണ്ട് നമ്മൾ നല്ലതായിട്ട് ജീവിച്ചാൽ പ്രശ്നം തീരും. പിന്നെ നമ്മള് അടുത്തൊരാൾ വീട്ടില് കള്ളനുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ആ കള്ളനെ ഫോളോ ചെയ്യരുത്. നമ്മൾ നല്ലൊരു റോൾ മോഡലിനെ തിരഞ്ഞെടുത്തിട്ട് അവരുടെ ഫോളോ ചെയ്യണം. കൗൺസിലിംഗ് ഇല്ലാതിരുന്ന പഴയ കാലത്ത് ആ ഭാര്യ ഭർത്തൃ റോൾ നമ്മുടെ മോഡലിങ്ങും ഇപ്പോഴത്തെ ചെറിയ പിള്ളേര്, ഇപ്പൊ എന്റെ ഏറ്റവും ഇളയ മോക്ക് 25 വയസ്സാണ്. അവളുടെ ഭർത്താവിന് അവളുടെ ജീവിതത്തിലുള്ള ഭാഗഭാക്ക് എങ്ങനെയാണെന്നുള്ളതും ഞാൻ കൺസെപ്റ്റ് ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഒരു ഗൈഡ് ലൈന് ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കില്ലേ എന്നെനിക്കൊരു സംശയം ഉണ്ട്. തന്നാകാം, ചിലപ്പോ അവരത് കേട്ടില്ലെന്നും വരാം. അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത് അവരെടുക്കുള്ളൂ. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് അല്ല, ഇടപെടുന്നല്ല, നമ്മൾ എന്തെങ്കിലും ഒക്കെ പറയുമായിരിക്കും. ഈ പറഞ്ഞ പോലെ ഇവര് പറയുന്നു, ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ പോലെ എല്ലാ അച്ഛനമ്മമാരും ചെന്ന് താലി ഇറക്കുകയാണെന്നൊന്നും പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് അങ്ങനെയുള്ളവരുണ്ട്, പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട്. ചന്ദനമഴ സീരിയൽ പോലെ ഉണ്ട്, അല്ലാതെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതിനകത്ത് ഇങ്ങനെ പോകുന്ന രണ്ട് കുട്ടികളും ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും പരസ്പരം മനസ്സിലാക്കുന്നവരാണെങ്കിൽ പോലും കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. എന്താ പറയാൻ വന്നേ? ഇവർ ഇത്ര പേര് പറഞ്ഞതില്ല ഒരു കാര്യം മാത്രമേ കുറച്ചെങ്കിലും വിവരമുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. അതായത് ചെറുപ്പം തൊട്ടേ ആൾക്കാര് കുട്ടികളെ നന്നായി വളർത്തണം എന്നുള്ളത്. അതിനോട് നമ്മൾ യോജിക്കുന്നു. അതിനുശേഷം നമുക്ക് ഓരോ ട്രോമകൾ ഉണ്ടാവും. ലൈഫിൽ പോകുന്നു, പല സ്ഥലത്ത് പഠിക്കാൻ പോകുന്നു, ഓരോ ട്രോമകൾ ഉണ്ടാവും. അപ്പൊ ഇതുപോലുള്ള ക്ലാസ്സസ് ആ ട്രോമകളെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ കഴിയുന്നത്ര സമൂഹത്തെ നല്ല രീതിയിലേക്ക്, ന്യൂ ജനറേഷനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്നിരിക്കട്ടെ, ഞങ്ങളാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിന് റിസൾട്ട് വരുന്നുണ്ട് താനും. അതിന് സമുദായത്തെ കുറ്റം പറയേണ്ട കാര്യമില്ല. അവിവാഹിതയല്ലേ? കല്യാണം കഴിക്കാനുള്ള ഐഡിയ ഉണ്ടോ? അല്ല ഇത് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലെ ഒരു ക്ലാസ് സത്യം പറഞ്ഞാൽ നല്ലതാണ്. കാരണം നമുക്ക് അത് കുറിച്ച് അറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇതുപോലൊരു ക്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതം എങ്ങനെയാണെന്നൊരു പിടി കിട്ടുമല്ലോ. ഇവിടെ നേരത്തെ ഒരു പരാമർശം ഉണ്ടായിരുന്നു, അതായത് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതിനെ കുറിച്ച് ഒരു അവയർനെസ്, അതായത് ഫ്യൂച്ചർ ലൈഫ് എന്തും ആവട്ടെ, അവരെ കരിയർ ആവാം, എന്തും ആവാം, അതിനെ കുറിച്ച് നമ്മളുടെ ഗവൺമെന്റ് ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതാണ് ഒന്ന്, അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറയുന്ന ORC എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു പ്രവർത്തനമാണ്. അത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് കുട്ടികളുടെ സ്കില്ലുകള്, അവരിലുള്ള മെയിൻ സ്കില്ലുകള്, പ്രോബ്ലം സോൾവിങ്, എംപതി, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, ഇതെല്ലാം ബൂസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കൂൾ തലത്തിലെ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ഫാദറെ, ഞാൻ ഫാദറിലങ്ങ് അവസാനിപ്പിക്കുക. കാര്യം ഞാൻ ഇവിടെ കണ്ടതിൽ ഏറ്റവും ശാന്തശീലൻ ഫാദർ സത്യം. കാര്യം പ്രകോപിപ്പിക്കാൻ നമ്മുടെ വക്കീലൊക്കെ പരമാവധി നോക്കി, പക്ഷെ ഫാദർ പ്രകോപിതനായി. ശരിയല്ലേ? ഞാൻ ഒരുപാട് കാലം ഫാദർ ആരോഗ്യത്തോടെ ജീവിച്ചു. എന്റെ അപ്പനും അമ്മയും ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് 65 വർഷം ജീവിച്ചു. അവർ ഒരു ബെഡിൽ നിന്ന് മാറി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. 65 വർഷം കണ്ടിട്ടില്ല എന്നല്ല, ഞാൻ ജനിച്ച അന്ന് മുതല് അവര് ഈ പറഞ്ഞ പോലെ കല്ലുകടിയും പ്രശ്നങ്ങളും തമ്മിലടിയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അവർ ബെഡിൽ നിന്ന് മാറി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, സെക്ഷൽ എഡ്യൂക്കേഷൻ തുടങ്ങേണ്ടത് മാതാപിതാക്കൾ. ഇന്ന് മാതാപിതാക്കൾക്ക് അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പേടിയാ. അതുകൊണ്ട് ഇന്ന് അവർ ഇന്റർനെറ്റും പ്രോണോഗ്രാഫികളും കണ്ട് അവര് അതുപോലെ ആക്ട് ചെയ്യും.